കളിക്കളത്തിൽ കാൽമുട്ടിനേറ്റ പരിക്ക് നിവേദിതയുടെ പോരാട്ട വീര്യത്തിന് ഇനി തടസ്സമാകില്ല. അപ്രതീക്ഷിതമായുണ്ടായ പരിക്കും സാമ്പത്തിക പ്രതിസന്ധിയും കബഡി താരമായ ഈ +2 വിദ്യാർത്ഥിനിയുടെ കരിയറിന് മേൽ നിഴൽ വീഴ്ത്തിയപ്പോൾ താങ്ങായി എത്തിയത് ഷെറൻ കെയർ ചാരിറ്റബിൾ സൊസൈറ്റി. ഇതോടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മണ്ണിലെ കരുത്ത് തെളിയിക്കാൻ നിവേദിത വീണ്ടും കളത്തിലേക്കിറങ്ങും. പഴഞ്ഞി ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ കൊടുങ്ങല്ലൂരിൽ നടന്ന ഓപ്പൺ മീറ്റിനിടെയാണ് നിവേദിതയുടെ വലത് കാൽമുട്ടിന് ചതവേറ്റത്. തുടർന്ന് മാസങ്ങളോളം നീണ്ട ആയുർവേദ ചികിത്സയിലൂടെ ആശ്വാസം കണ്ടെത്തി. പാലക്കാട് മേഴ്സി കോളേജിൽ ബിരുദ പഠനത്തിന് ചേർന്ന നിവേദിത പരിക്ക് വകവയ്ക്കാതെ സർവകലാശാലാ മത്സരങ്ങളിൽ കോളേജിനായി ജേഴ്സി അണിഞ്ഞു. എന്നാൽ മത്സരത്തിനിടെ അനുഭവപ്പെട്ട അസഹ്യമായ വേദന നിവേദിതയെ തളർത്തി. കളിക്കളത്തിൽ നിന്ന് കണ്ണീരോടെ മടങ്ങേണ്ടി വന്ന നിവേദിതയ്ക്ക് ആത്മധൈര്യം നൽകിയത് പഴഞ്ഞി ഹൈസ്കൂളിലെ കായിക പരിശീലകരായ യു സുജേഷും ലിജോ സി ജോർജുമാണ്. തൃശൂർ അമല ആശുപത്രിയിലെ പരിശോധനയിൽ കാൽമുട്ടിലെ തരുണാസ്ഥികൾക്കുണ്ടായ ക്ഷതം പരിഹരിക്കാൻ ശസ്ത്രക്രിയ അനിവാര്യമാണെന്ന് കണ്ടെത്തി. ചായക്കടയിൽ ജോലി ചെയ്യുന്ന പിതാവ് ശശിക്ക് 1.5 ലക്ഷത്തോളം രൂപ വരുന്ന ചികിത്സാ ചിലവ് താങ്ങാവുന്നതിലും അധികമായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഷെറൻ കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസന്റെ ശ്രദ്ധയിൽ വിഷയപ്പെടുന്നത്. ഹൈദരാബാദിൽ നടന്ന 49ാമത് ജൂനിയർ നാഷണൽ കബഡി ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച താരം കൂടിയാണ് നിവേദിത. ജില്ലാ സ്കൂൾ ടീം ക്യാപ്റ്റനായി സംസ്ഥാന തലത്തിൽ മെഡലുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. സഹോദരി നിഷ്മയും ഇതേ വഴിയിൽ സഞ്ചരിക്കുന്ന കബഡി താരമാണ്. ഷെറൻ കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ ലബീബ് ഹസൻ, ജിനാസ് തെക്കേക്കര, ഷമീർ ഇഞ്ചിക്കാലയിൽ, EMK ജിഷാർ, KV സാംസൺ, സക്രിയ ചീരൻ, GM സുരേഷ് ബാബു, ജിനീഷ് നായർ എന്നിവരടങ്ങുന്ന സംഘം നിവേദിതയുടെ വീട്ടിലെത്തി ചികിത്സാ ചെലവിനാവശ്യമായ തുക നൽകുവാൻ തയ്യാറാണെന്ന് അറിയിച്ചു. ചികിത്സ ഉറപ്പായതോടെ നിവേദിതയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് കായിക പ്രേമികൾ.